മാർപ്പാപ്പ കാലം ചെയ്തു. വിടവാങ്ങിയത് മനുഷ്യന്റെയും മനുഷ്യത്വത്തിന്റെയും മഹത്വം തൊട്ടറിഞ്ഞ വ്യക്തി. ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മാർപ്പാപ്പ അന്തരിച്ചു. റോമൻ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ മാർപ്പാപ്പയായിരുന്നു. വീഡിയോ പ്രസ്താവനയിലൂടെ കർദിനാൾ കെവിൻ ഫാരലെയാണ് പ്രഖ്യാപനം നടത്തിയത്. വത്തിക്കാനിലെ കാസ സാന്താ മാർട്ടയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച ദീർഘകാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മനുഷ്യ സ്നേഹത്തിന്റെയും ലോകസമാധാനത്തിന്റെയും മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി വ്യക്തിജീവിതവും വൈദിക ജീവിതവും ഒരുപോലെ സമർപ്പിച്ച മാതൃകാ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മാർപ്പാപ്പയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിന്ദിതരുടെയും പീഡിതരുടെയും പക്ഷം ചേരലാണ് ക്രിസ്തുവിന്റെ വഴിയെന്ന വാക്കിലും പ്രവൃത്തിയിലും ഉറച്ചു വിശ്വസിച്ച മനുഷ്യസ്നേഹിയാണ് അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സിനിമാ മേഖലയിലുള്ളവരെ പരിചയമുണ്ടെന്നും എന്നാൽ ലഹരി ഇടപാടില്ലെന്നും ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ 1-ാം പ്രതി തസ്ലിമ സുൽത്താന. 2 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു തസ്ലിമ മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. അതേസമയം കഞ്ചാവ് കേസിൽ 3 പ്രതികളെയും ആലപ്പുഴ അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി എക്സൈസ് കസ്റ്റഡിയിൽ വിട്ടു. 24 വരെയാണ് കസ്റ്റഡി. തിരുവമ്പാടി ആനക്കാമ്പൊയിൽ 70-കാരിയെ കഴുത്തുമുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. കരിമ്പൻപുരയിടത്തിൽ റോസമ്മ ജോസഫാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീടിനടുത്തുള്ള പശുത്തൊഴുത്തിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. കൈയുടെ ഞരമ്പും മുറിച്ചിട്ടുണ്ട്. റോസമ്മയുടെ മകനും ഭാര്യയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവരാണ് റോസമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മാറ്റി. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജിയാണ് ജസ്റ്റിസുമാരായ സുബ്രഹ്മണ്യം പ്രസാദ്, ഹരീഷ് വൈദ്യനാഥൻ, ശങ്കർ എന്നിവർ അടങ്ങിയ ബെഞ്ച് തള്ളിയത്. എസ്റ്റേറ്റ് സർക്കാരിന് കൈമാറുന്നതിൽ എതിർപ്പില്ലെന്ന് എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. തർക്കം നഷ്ടപരിഹാര തുകയെക്കുറിച്ച് മാത്രമാണെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ തിങ്കളാഴ്ച നക്സലേറ്റുകൾ സ്ഥാപിച്ചിരുന്ന ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഛത്തീസ്ഗഡ് സായുധ സേനയിലെ ഒരു ജവാൻ കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് പറഞ്ഞു. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനായി CAF സംഘം പെട്രോളിംഗ് നടത്തുകയായിരുന്ന ടോയ്നാർ, ഫർസേഗഡ് ഗ്രാമങ്ങൾക്കിടയിലാണ് സ്ഫോടനമുണ്ടായതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ടോയ്നാറിൽ നിന്ന് ഫർസേഗഡിലേക്ക് ഒരു റോഡ് നിർമ്മാണം നടക്കുകയാണ്. സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ഇടപാടുകൾ സമ്പൂർണ്ണ സ്റ്റാമ്പിംഗിലേക്ക് മാറി. മുദ്രപത്രങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ ലഭ്യമാകുന്നതാണ് സ്റ്റാമ്പിംഗ്. സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ രജിസ്ട്രേഷൻ മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യതയോടെയും വേഗത്തിലും പൊതുജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റാമ്പിംഗ് സേവനങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. 2017 മുതൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള മുദ്രപത്രങ്ങൾ സ്റ്റാമ്പിംഗിലേക്ക് മാറിയിരുന്നു. അതിന് താഴേക്കുള്ള മുദ്രപത്രങ്ങൾ കൂടി സ്റ്റാമ്പിംഗിലേക്ക് മാറി ോടെ രജിസ്ട്രേഷൻ മേഖലയിൽ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമെന്ന നേട്ടത്തിലാണ് കേരളം. അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ശിക്ഷാവിധി ഈ മാസം 24-ന്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കോടതിയിൽ പൂർത്തിയായി. പ്രതി കൊടും കുറ്റവാളിയായതിനാൽ വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. തെറ്റ് ചെയ്യാത്തതിനാൽ പശ്ചാത്താപമില്ലെന്ന് പ്രതി രാജേന്ദ്രൻ കോടതിയിൽ പറഞ്ഞു. തിരുവനന്തപുരം 7-ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്ന അവസാനവട്ട വാദത്തിൽ പ്രതി രാജേന്ദ്രൻ കൊടും കുറ്റവാളിയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ M. സലാഹുദ്ദീൻ പറഞ്ഞു. നിരപരാധികളെ ദാരുണമായ അന്ത്യത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഏകമാർഗം പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. 2022 ഫെബ്രുവരി 6-നാണ് വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയത്. വിനീതയുടെ 4.5 പവൻ മാല കവരുന്നതിനായിരുന്നു പ്രതി വിനീതയെ കൊലപ്പെടുത്തിയത്.
ISROയുടെ അഭിമാന ദൗത്യമായ സ്പേഡെക്സിന്റെ രണ്ടാം ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയായി. 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡോക്കിംഗ്. STX-01, STX-02 എന്നീ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാണ് ISRO ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് പരീക്ഷണം നടത്തിയത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ISROയുടെ അഭിമാന നേട്ടം എക്സിലൂടെ അറിയിച്ചത്. കർണാടക മുൻ പോലീസ് മേധാവി ഓം പ്രകാശ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭാര്യ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ച സന്ദേശങ്ങളുടെ വിശദാംശങ്ങൾ പുറത്ത്. ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവി നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഓം പ്രകാശ് തനിക്ക് വിഷം നൽകുന്നുവെന്ന പല്ലവി സംശയിച്ചിരുന്നു. താൻ വീട്ടിൽ ബന്ദിയാണെന്നും ഓം പ്രകാശിന്റെ ആളുകൾ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഇവർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പല്ലവിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അയച്ച സന്ദേശങ്ങൾ മുഖവിലക്കെടുക്കാൻ കഴിയില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഓം പ്രകാശിന്റെ മരണത്തിൽ പല്ലവിക്കൊപ്പം മകൾ കൃതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊലപാതകത്തിൽ കൃതിക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. 2024-25 സീസണിലേക്കുള്ള സീനിയർ പുരുഷ ടീമിന്റെ വാർഷിക കേന്ദ്ര കരാറുകൾ ഏപ്രിൽ 21 തിങ്കളാഴ്ച ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം പട്ടികയിൽ ഇടം നേടാതിരുന്ന ശ്രേയസ് അയ്യരും ഇഷാൻ കിഷനും പട്ടികയിൽ തിരിച്ചെത്തി. 2024 T20I ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 1ാം സ്ഥാനത്തുള്ള A+ ഗ്രേഡ് നിലനിർത്തി. 2024 ഒക്ടോബർ 1 മുതൽ 25 സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിലെ 2024-25 സീസണിലേക്ക് ആകെ 34 കളിക്കാർക്ക് വാർഷിക റിട്ടൈനേഴ്സ് അവാർഡ് ലഭിച്ചു. ജനയുഗം ഓൺലൈൻ മോട്ടോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.